ഹലോ മച്ചന്മാരെ, നമ്മൾ ഇന്ന് വന്നത് കല്യാണത്തെ വീഡിയോ കാട്ടാൻ വേണ്ടിയാണ്. ഇന്നത്തെ കല്യാണത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ ആണ്. അതാണ് നമ്മളിപ്പോൾ കാട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒന്നാം ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലത്തെ കാനോത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ രാവിലത്തെ വീഡിയോ പകലത്തെ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ രാവ് കല്യാണമാണ്, രാത്രിയാണ് ഇവിടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ സുബൈക്ക് കാനോത്തും രാവിലെ കല്യാണമാണ്. അപ്പോൾ രണ്ടും ഒപ്പിട്ടുള്ള ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പാർട്ടാക്കി ഇട്ടത്. അപ്പോൾ ഇത് രണ്ടാമത്തെ പാർട്ടാക്കി നിങ്ങൾ കരുതിക്കോളൂ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പാർട്ടിലേക്ക് അടിപൊളി വീഡിയോ, അപ്പോൾ ആണിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ള വരുന്നതെല്ലാമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് അടിപൊളി വീഡിയോ ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത് മനസ്സിലാവില്ലെന്നെങ്കിലും ആ വീഡിയോ എങ്കിലും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും. അത്ര ക്വാളിറ്റി ആക്കി 4K വെച്ചിലാണ് ഞാൻ വീഡിയോ ഇടലുള്ളത്. അപ്പം ഈ വീഡിയോ എല്ലാ വീഡിയോയും ഇനി ഇടുന്ന വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റി എല്ലാം കൂടിയാണ് നടുന്നത്. എല്ലാം നോക്കിയിട്ടാണ് ഞാൻ എഡിറ്റ് എല്ലാം മറിച്ചൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഓരോന്നൊക്കെ ഇട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയാപ്പിള എത്തി ഗൈസ്. അപ്പോൾ പുതിയാപ്പിള ഒന്ന് നമ്മളത് കാണാം. പുതിയാപ്പിള കാണുന്നില്ല എത്ര അന്വേഷിച്ചിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകണം. അപ്പം അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഓരോ ആളുകൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഫാൻസുകൾ ഇങ്ങനെ മുമ്പിലൂടെ പോകുമ്പോൾ ഹായ് ഗൈസ് ഇങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് 3K ആയി, 2K ആയി. അപ്പോൾ നിങ്ങൾ 2K വരെ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ട് വളരെ നന്ദി. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും ഒന്ന് 5K വരെ നമ്മൾ ശ്രമിച്ച് നിൽക്കണം. അപ്പോൾ 5K എങ്ങനെയെങ്കിലും നിങ്ങൾ ആക്കി തരണം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, എല്ലാം കണ്ടാലാണ് നമുക്ക് എല്ലാം പ്രതികാരം. നിങ്ങൾക്കും ഉപകാരവും എനിക്കും ഉപകാരം. അപ്പം നിങ്ങൾക്ക് ഈ കാണാൻ പറ്റാത്ത ചില ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാം കാണാൻ വേണ്ടിയാണ് ഞാൻ ഓരോരോ വീഡിയോ ഒക്കെ ഇടുന്നത്, നാട്ടിലത്തെ എല്ലാ വീഡിയോ ഇടുന്നതും. ചിലർ പേരെ കുറേ സ്ഥലത്തൊക്കെ പറ്റുകൊണ്ട് സ്വന്തം നാട് കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അവരെ ഫോണുണ്ടായല്ലോ, അപ്പോൾ അവർക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഷെയർ കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം എൻ്റെ വീഡിയോക്ക് ചാനലൊക്കെ എല്ലാറ്റിനും സപ്പോർട്ട് തരണം. ഇനി കല്യാണ വീഡിയോനെ കുറിച്ച് പറയാൻ പോകാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് മുർഷിദിൻ്റെ പെങ്ങളുടെ കല്യാണമാണ് ഇന്ന്. അപ്പം മുർഷിദിൻ്റെ കല്യാണമല്ല, മുർഷിദിൻ്റെ കല്യാണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മുർഷിദിൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. ആ കല്യാണം നമുക്ക് ഇത് അലങ്കരിച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ അടിപൊളിയാക്കി കൊടുക്കണം. എന്തൊക്കെയാണ് നാം പറയുന്നത്. അപ്പം ആരൊക്കെയാണ് നമ്മളെ ഫോഴ്സ് എടുക്കുന്നത്, എല്ലാവരെയും പുതിയപ്പോൾ കൂടെ വന്ന എല്ലാവരെയും ഒന്ന് ഫോഴ്സ് എടുക്കണം. അപ്പോൾ നമ്മളെ റിയാസ് മച്ചാനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പേരറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ മാക്സിമം ഇതാണ് നമ്മളുടെ യാസീൻ, നമ്മളുടെ സ്വന്തം യാസീൻ. അപ്പോൾ ഞാൻ വീഡിയോ മാക്സിമം ഇതാക്കുക. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട്, ഓരോരോ ഗ്രൂപ്പുണ്ട് ഇതിനിടയിൽ. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഈ എന്താണ് പറയുന്നത്, ഓരോരോ ക്ലബ്ബെന്ന് പറയില്ലേ, ഈ മഞ്ഞാൻ ടീം, ഓരോ വെറൈറ്റി പേരൊക്കെയുള്ള ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം. അപ്പോൾ നമ്മളിപ്പം മൊത്തം പറയാം. അപ്പോൾ മാക്സിമം ഇവരൊക്കെ ഒന്ന് കാണുക. ഇവർ സെലിബ്രിറ്റികളെന്ന് തോന്നുന്നു, എനിക്ക് കയ്യിലും കാട്ടുകയൊക്കെ കണ്ട. പിന്നെ അപ്പോൾ എല്ലാവരെയും വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇതാക്കാം. അപ്പം നമുക്ക് മ്യൂസിക്കിലേക്ക് കടക്കാം. ഇനി പകുതി നമ്മൾ മ്യൂസിക്കിലേക്ക് പോകാം. അപ്പോൾ ബായ്.
നമ്മൾ തെരഞ്ഞു പിടിച്ച് തെരഞ്ഞെടുത്ത് അപ്പം പുതിയാപ്പിള കണ്ടെത്തി. ഇതാണ് നമ്മളുടെ പുതിയാപ്പിള ആകെ കൺഫ്യൂഷത്തിലാണ്. ഈ കൂട്ടുകാരൊക്കെ എന്തൊക്കെയാ കൂട്ടെന്ന് അറിയില്ല. അപ്പം പതിയെ നമുക്ക് കാണാം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. പുതിയാപ്പിള എന്താണ് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ പതിയെ നമുക്ക് കാണാം. അപ്പം ഇവരൊക്കെ എന്ത് ചെയ്യുന്ന അറിയില്ല. അതേ കൺഫ്യൂഷത്തിലാണ് നമ്മളവിടെ പുതിയാപ്പിള ഇരുന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇരിക്കുന്നത് അതൊക്കെ എന്തൊക്കെയാട്ടെ. അപ്പം പുതിയാപ്പിള കഴിഞ്ഞപ്പോൾ നമ്മൾ കിച്ചൺ ഭാഗത്തിലേക്ക് പോയി. എന്ന് വെച്ചാൽ ഫുഡ് സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി. അവിടെയാണ് നമുക്ക് കാണുന്നത് ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് കളറാക്കിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം അതുപോലെ ഇവരൊക്കെ വീഡിയോ എടുത്ത് എങ്ങനെയെങ്കിലും വൈറലാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവരൊക്കെയല്ല ഇവരെ കൂട്ടുകാരൊക്കെ എങ്ങനെയെങ്കിലും ഞങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. അപ്പം ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്താം. അപ്പം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഓരോരോ സെറ്റ് ചെയ്യുന്നത് കാണാം. ഇതാണ് നമ്മളുടെ സ്റ്റേജിന് വെച്ചിട്ടാണ് ഈ പാത്രമൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ തിരക്കിലാന്ന് തോന്നുന്നു എല്ലാവരും. അപ്പോൾ ഏകദേശം കുറേ ആളുകളൊക്കെ എടുത്ത് അപ്പോൾ ഇതാണ് നമ്മളെ മച്ചാൻ അല്ലേ, പേരറിയില്ല. അപ്പോൾ വയ്യെ പറയാം. അപ്പോൾ ആരെങ്കിലും പേരറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് അവരെ എന്നെ കണ്ടത്. അതിന് മുന്നേ എന്നെ കണ്ടിട്ടില്ല. അപ്പോഴാണ് കൈയും കാലുമൊക്കെ കാട്ടുന്നത്. അപ്പോൾ ഓരോരാക്കളും ഇതാണ് നമ്മളുടെ ഈ നേരത്തെ ലൈവ് ഇട്ടപ്പോൾ കാണിച്ചത്. അവരാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഏകദേശം ഓക്കെ ആയി. അപ്പോൾ ഇനി നമുക്ക് പാട്ടിലേക്ക് പോവാം.
അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കണം, ലൈക്ക് അടിക്കാൻ നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൊന്ന് കുത്തിപ്പൊട്ടിക്കുക. ബൈ.